അങ്ങനെയാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഒരു ഫോം ഉണ്ടാക്കുകയും അതേസമയം അത് ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് പ്രിൻ്റ് എടുത്ത് വയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഇനി ഇത് പ്രിൻ്റ് എടുത്ത് വെച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫയലിനെ നമുക്ക് കോപ്പി ചെയ്തിട്ട് വേറെ ഓരോരോ ഫയലാക്കി മാറ്റാം. അതിന് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫയലാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ അസിസ്റ്റൻറ്റ് കോള്, അസി കോള്, അങ്ങനെ FC ഇവിടെ നമ്മൾക്ക് നോക്കാം. വേണ്ട, ഇതിപ്പോൾ 55ാമത്തെ കോളാണ് അല്ലേ, പക്ഷേ 35ാമത്തെ ഫയർ കോളാണ്. അതേസമയം ഇത് IC 9, പക്ഷേ 5ാമത്തെ ഇൻസിഡൻറ്റ് കോളാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോൾസ് മനസ്സിലാവും. അതുകൂടാതെ ഇനിയിപ്പോൾ ഈ ഒരു ഫയൽ നമുക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ വേറെ ഒരു പുതിയ ഷീറ്റ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു ഫയൽ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോക്ക് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ ഓരോരോ ഫയലായിട്ട് മാറ്റണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഫയൽ എനിക്ക് എന്ത് ചെയ്യണം, ഈ അസിസ്റ്റൻറ്റ് കോൾ ഫയൽ എനിക്ക് സേവ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കാം. അതിന് ആദ്യം തന്നെ നിങ്ങൾ ഫയലിൽ പോവുക, എന്നിട്ട് ഒരു ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് കോൾ. അതായത് വേറെ ആയിട്ട് ഇത് ഒറ്റ ഫയലിലാണ് ഇപ്പോൾ ഇതെല്ലാം. അപ്പോൾ വെവ്വേറെ വേണമെങ്കിൽ അങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞു തന്നെ. ഇനി ഈ ഒരു ഷീറ്റ് ഇവിടെ ഉണ്ട്, അപ്പോൾ നമുക്ക് പഴയതിലേക്ക് തന്നെ പോകാം. ഈ ഇൻസിഡൻറ്റ് കോൾ വരുന്നതിന് മുന്നേ നമ്മൾ ഈ ഫയൽ നമ്മളൊരു ഫയൽ തുറന്നില്ലേ, ഫയൽ തുറക്കണം അറിയാലോ, അടിക്കുക, ന്യൂ അടിക്കുക, അങ്ങനെ ഫയൽ തുറന്നു. ഈ ഫയലിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേജ് സെറ്റപ്പിലേക്ക് മാറ്റണം. നമ്മളുടെ പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ എവിടേക്കാണ് പോകേണ്ടത്, പേജ് ലേഔട്ട്. അതിൽ മാർജിൻ ഏറ്റവും കുറവാണ്, നാരോ മാർജിൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷീറ്റിൻ്റെ വീതി കൂടും. അത് കഴിഞ്ഞിട്ട് ഇതിൽ എങ്ങനെയാണ് പേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല, അതുകൊണ്ടത് കാണണം നമുക്ക്. അപ്പോൾ വ്യൂ എന്നുള്ള ഇതിൽ പോയിട്ട് പേജ് ലേഔട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് പേജ് ഇതാണ് നമ്മുടെ പ്രിൻ്റ് പേജിൻ്റെ വീതി നീളം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പേസ്റ്റ് ചെയ്ത് പുറത്തേക്ക് പോകണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പേജ് സെറ്റപ്പ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് ഏതാണോ ഫയൽ, ആ ഫയൽ വേറെ തന്നെ സേവ് ചെയ്യുക. ഈ ആരോ മാർക്ക് ആണല്ലേ, ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്താൽ ഇത് മാത്രമേ ക്ലിക്ക് ആവുള്ളൂ. പക്ഷേ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ ഇത് കംപ്ലീറ്റ് എന്തായി, സെലക്റ്റായി. ഇനി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഏതാണോ ഫയൽ വെച്ചാൽ ആ ഫയലിൽ കൊണ്ടുപോയിട്ട് ഇതേ സ്ഥലത്ത് തന്നെ പോയിട്ട് എന്ത് ചെയ്യാം, പേസ്റ്റായി. അപ്പോൾ AC 06. അപ്പോൾ ഇതിൻ്റെ പേര് മാറ്റേണ്ടത് നമുക്ക് ഇതേ പേരായിരിക്കണം ഇവിടെ ഉണ്ടാവേണ്ടത്. നല്ല ഈ ഫയൽ ഏതാണെന്ന് നമുക്ക് പുറത്ത് നോക്കിയാൽ തന്നെ കാണും. അപ്പോൾ നമുക്കിതിനെ റീനെയിം ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടത്, ഇവിടെ മൗസ് കൊണ്ട് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം AC ഹൈഫൺ ഇവിടെ വരുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. 06 20 24. ഇത് എത്രാമത്തെ കോളാണെന്ന് വെച്ചാൽ ഇത് അസിസ്റ്റൻറ്റ് കോളും ആ കോളിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് 6ാമത്തെ കോള് തന്നെയാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ സേവായി. അത് കഴിഞ്ഞ് ഈ ഫയലിനെ നമ്മൾ സേവ് ആസ് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ നമുക്ക് കോൾ റിപ്പോർട്ട്സിലോ എവിടെ വെച്ചാൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുമ്പോഴും അതേ ഫയൽ നമ്പറിൽ സേവ് ചെയ്യും. AC 06 2024.
എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഡെസ്ക്ടോപ്പ് പോയി നോക്കാം സേവ് ആയിട്ടുണ്ടോ. അപ്പോൾ ഇനി ഈ ഫയലിൽ ഏതാണെന്ന് നോക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ AC ഉണ്ടോ, അത് തുറന്നു. അപ്പോൾ നമുക്ക് അത് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്കറിയാം ഡേറ്റ് എന്ത് ചെയ്യണം, ഹോമിൽ പോയിട്ട് മെർജ് ആൻഡ് സെൻഡർ അതമർത്താൻ ക്ലിയർ ആയിരിക്കും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തപ്പോൾ ആ സ്ഥലം ഇല്ലാതെ വന്നപ്പോഴാണ് അങ്ങനെ നമുക്ക് കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ സേവ് ചെയ്യണ ഫോർമാറ്റിലെ രീതി. ഇതിന് സേവ് ചെയ്യില്ല. ഞാനത് സേവ് ചെയ്ത ഒരു ഫോൾഡർ ഓഫ് 1004 ഇവിടെ നമ്മൾ കോൾ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ, എല്ലാം ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ട് ഓരോന്നായിട്ട്. അപ്പോൾ നമുക്ക് ഏത് റിപ്പോർട്ട് വേണമെങ്കിലും വെവ്വേറെ എടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരൊറ്റ ഫയലിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഇൻസിഡൻറ്റ് ഫയലുണ്ടെങ്കിൽ ഇവിടെ താഴെ തന്നെ നമുക്ക് ഈ ഏരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫയൽസും വന്നോട്ടിരിക്കും. ഈ ഫയൽസിൻ്റെ കളേഴ്സ് മാറിയിട്ടുള്ളത് വെച്ചാൽ ഫില്ലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതാണെങ്കിൽ നമ്മളതിനെ ടാബ് കളർ മാറ്റി കൊടുക്കും. അതിന് ഇനി നമുക്കെന്തോ ചെയ്യാനുണ്ടെന്നാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഫുള്ളായിട്ട് ഇവിടെ ഇത് എഴുതിയിട്ടില്ല, താഴത്തെ അതായത് റിപ്പോർട്ട്സ് എഴുതിയിട്ടില്ല, ബാക്കിയെല്ലാം ഫില്ലാണ്. അപ്പോൾ അത് ബാക്കിയുള്ളത് കൊണ്ടാണ് അത് ആ റെഡിൽ കാണും. ബാക്കിയെല്ലാം ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടാബ് കൊടുത്ത് പച്ച കളറാക്കി മാറ്റും. അപ്പോൾ നമുക്ക് അതിൽ ഒന്നും എഴുതാനില്ല എന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് സുഖകരമായിട്ട് ഈ ഫയർ റിപ്പോർട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കോപ്പി എടുക്കുന്ന വിധവും ഞാൻ പറഞ്ഞു. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മൂവർ കോപ്പി അടിക്കുക. അത് കഴിഞ്ഞ് ക്രിയേറ്റ് കോപ്പി എന്ന് പ്രത്യേകം ചേർക്കണം. അത് ഏതാണോ കോപ്പി ചെയ്യേണ്ടത് വെച്ചാൽ അതിലേക്ക് ആദ്യം കർസർ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ക്രിയേറ്റ് കോപ്പി ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. ആൻഡ് സൈനിങ് ഔട്ട് സതീഷ് കുമാർ, SFRO, താനൂർ നിലയം. താങ്ക് യു ആൻഡ് ബൈ.